തൃശ്ശൂര് ഉള്ള ഒരു പയ്യനെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലക്കടിച്ചു കൊന്നു. ഇവര് തമ്മിലുള്ള പ്രശ്നം ഉടലെടുക്കുന്നത് ഒരു ബാറിൽ വെച്ചിട്ടാണ്. ഇന്നലെ രാത്രി 11:30 സമീപത്തെ ബാറിൽ വെച്ച് 4 യുവാക്കൾ തമ്മിൽ ഒരു തർക്കമുണ്ടാകുന്നു. ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തെല്ലാം കൂട്ടുകാരെ വിശേഷങ്ങൾ? സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് വല്ല ധാരണയുണ്ടോ? ഒരു ദിവസമെങ്കിലും നമ്മൾ സമാധാനത്തോടു കൂടെ കേരളത്തിലുള്ള ആളുകൾക്ക് ഉറങ്ങാൻ സാധിച്ചിട്ടുണ്ടോ? ഒന്നല്ലെങ്കിൽ ഒന്ന് മരണ വാർത്തകൾ നമ്മൾ ഡെയിലി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് സാധാരണ മരണങ്ങളല്ല, അസ്വാഭാവികമായിട്ടുള്ള കരുതിക്കൂട്ടിയുള്ള മരണങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പൊ കേരളത്തിനകത്ത് അക്രമങ്ങൾ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇന്ന് രാവിലെ കേട്ടിട്ടുള്ള ഒരു ന്യൂസ് ആണ് തൃശ്ശൂര് ഉള്ള ഒരു പയ്യനെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലക്കടിച്ചു കൊന്നു എന്നുള്ളത്. അപ്പൊ ഈ ന്യൂസ് സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. 4 സുഹൃത്തുക്കളെ, ഇവരുടെ മെയിൻ എല്ലാ അക്രമങ്ങളുടെയും പിന്നിലുള്ള ഒരു മെയിൻ വില്ലൻ എന്ന് പറയുന്നത് കള്ളാണ്. കള്ള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ കുടുക്കുന്നതിനുള്ള മാർഗ്ഗമില്ല. കള്ള് കുടിച്ചു കഴിഞ്ഞാൽ നമ്മളെ തലയുടെ വെളിവ് മൊത്തം നഷ്ടപ്പെടും. നമ്മൾ പിന്നെ ചെയ്യുന്നത് എന്താണ്, പറയുന്നത് എന്താണ് ഇന്ന് യാതൊരു ബോധവും ഉണ്ടാവില്ല. നമ്മളെ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത് മദ്യം എന്ന് പറഞ്ഞ ഒരു വിപത്താണ്. മദ്യം എന്ന് പറയുന്നതിന് വിപത്താണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ അതെല്ലാം നമ്മൾ എന്നല്ല, നമ്മുടെ നാട്ടിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഈ കള്ളിന്റെ ഉസ്താദുമാരാണ്. അല്ലാന്നുണ്ടെങ്കിൽ കള്ളു കുടിക്കുന്ന ആളുകളാണെന്ന് പറയാം. ഇത് ഇല്ലാത്തൊരു ജീവിതം തന്നെ ഇല്ല എന്നുള്ള. ജോലി ചെയ്യുന്നത് കള്ളു കുടിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇവിടെ നാട്ടിലെ പല ആളുകളുടെയും ഒരു പ്രത്യേകത. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മനു എന്ന് പറഞ്ഞ ഒരു യുവാവിനെ തലക്കടിച്ചു കൊന്നു. അതും ഇതിനു മുന്നേ നല്ല സുഹൃത്തുക്കളായിട്ട് നടന്നിരുന്ന 4 പേരാണ് ഈ മനുവും മറ്റു 3 പേരും. ഈ 3 പേര് ചേർന്നിട്ടാണ് മനുവിനെ തലക്കടിച്ചു കൊല്ലുന്നത്. ഇവര് തമ്മിലുള്ള പ്രശ്നം ഉടലെടുക്കുന്നത് ഒരു ബാറിൽ വെച്ചിട്ടാണ്. ആ ബാറിൽ നിന്ന് ഇവര് തമ്മിൽ വഴക്കുണ്ടാവുന്നു. ആ വഴക്കിനെ ചൊല്ലി ഇവര് പിരിയുന്നു. അതിനുശേഷം വീണ്ടും ഇവർ കണ്ടുമുട്ടുന്നു. ആ റോട്ടിൽ വെച്ചിട്ട്, റോട്ടിൽ വെച്ചിട്ടാണ് ഈ 3 പേരും കൂടെ കൂടിയിട്ട് മനുവിനെ കൊല്ലുന്നത്. പ്രത്യേകിച്ച് കാരണങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. കാരണം അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻസ് നടന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ. എന്തൊക്കെയോ സ്വരച്ചേർച്ചകൾ, അസ്വസ്ഥതകൾ കാരണമാണ് തലക്കടിച്ചു കൊല്ലുന്നത്. ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും പകയും വൈരാഗ്യവും ഉണ്ടെങ്കിൽ പോലും അത് ചെയ്യാൻ പാടില്ല, തെറ്റാണ്. പക്ഷെ എന്നിട്ടും എന്തോ ചില അസ്വാരസ്യങ്ങളുടെ പേരിൽ മനുവിനെ കൊന്നു എന്നുണ്ടെങ്കിൽ അതിലെ യഥാർത്ഥ വില്ലൻ കള്ളാണ്, അല്ലെങ്കിൽ മദ്യമാണ്, ലഹരിയാണ്. അപ്പൊ ആദ്യം നമുക്ക് ഈ വാർത്ത ഒന്ന് കേൾക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. കൊലപാതകത്തിന്റെ വാർത്തയിലേക്ക്. കോടന്നൂരിൽ അതിക്രൂരമായ കൊലപാതകം അരങ്ങേറി. യുവാവിനെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. നേരത്തെ ഞാൻ ഈ വാർത്ത പറഞ്ഞതാണ്. വെങ്ങിണശ്ശേരി ശിവപുരം സ്വദേശി മനുവാണ് കൊല്ലപ്പെട്ടത്. റോഡരികിൽ മൃതദേഹം ഉപേക്ഷിച്ചു. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് തത്സമയം ചേരുന്നു. സൂരജ് സജി, ഗുഡ് മോർണിംഗ്. തൃശ്ശൂരിലൊക്കെ പണ്ട് സമാധാനത്തിൻ്റെ വാർത്തകൾ മാത്രം കൊടുത്തുകൊണ്ടിരുന്നതാണ് നമ്മൾ. ഇപ്പോൾ കൂടുതലും ഇങ്ങനെയുള്ള വാർത്തകളിലേക്ക് കാര്യങ്ങൾ മാറുന്നു. പറയൂ വിവരങ്ങൾ. എസ്കെൻ, തീർച്ചയായും ഈ തുടർക്കഥയാകുകയാണ് ഈ കൊലപാതകങ്ങൾ എന്നുള്ളത്. അങ്ങനെ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഈ വെങ്ങിണിശ്ശേരിയിലും ഉണ്ടായിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ ഈ റോഡരികിൽ ഉപേക്ഷിച്ച നിലയിൽ ഒരു മൃതദേഹം കണ്ടെത്തുന്നത്. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലക്കടിച്ചുള്ള കൊലപാതകമാണ് എന്ന് കണ്ടെത്തുന്നത്. വെങ്ങിണിശ്ശേരി സ്വദേശിയായിട്ടുള്ള മനു ആണ് കൊല്ലപ്പെട്ടത്. സംഭവങ്ങൾ പോലീസിന്റെ പ്രാഥമിക അന്വേഷണ ഇപ്രകാരമാണ്. അതായത് ഇന്നലെ രാത്രി 11:30 സമീപത്തെ ബാറിൽ വെച്ച് 4 യുവാക്കൾ തമ്മിൽ ഒരു തർക്കമുണ്ടാകുന്നു. അതിൽ മനുവും അതുപോലെ തന്നെ 3 സുഹൃത്തുക്കളും തമ്മിൽ തർക്കമുണ്ടാകുന്നു. ആ തർക്കത്തിന്റെ തുടർച്ച എന്ന നിലയിലാണ് ഈ വെങ്ങിണിശ്ശേരിയിൽ വെച്ച്, ഈ കോടന്നൂരിൽ വെച്ചും മനുവിനെ ഈ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലക്കടിക്കുന്നത്. റോഡരികിൽ തന്നെ എന്നിട്ട് മൃതദേഹം ഉപേക്ഷിച്ച് ഈ 3 സുഹൃത്തുക്കൾ കടന്നു കളഞ്ഞു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ 3 പേരുടെ പേരുവിവരങ്ങൾ ഉൾപ്പെടെ ഒടുവിൽ പുറത്തു വന്നിട്ടുണ്ട്. വെങ്ങിണിശ്ശേരി സ്വദേശികളായ മണികണ്ഠൻ, പ്രണവ്, ആഷിഖ് എന്നിവരാണ് ഇത്തരത്തിൽ ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ കോടന്നൂരിലെ റോഡരികിലാണ് ഈ മൃതദേഹം ഉപേക്ഷിച്ചിട്ടുള്ളത്. മൃതദേഹം കിടക്കുന്നതും അവിടെ തന്നെയാണ്. അല്പനേരത്തിനകം ഈ ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം ഇവിടെ നിന്ന് മാറ്റും. എസ്കെ, ഓക്കെ, താങ്ക് യു. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. അപ്പൊ നിങ്ങൾ ന്യൂസ് കണ്ടല്ലോ. ഈ ന്യൂസിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇവര് തമ്മിൽ പ്രശ്നങ്ങളുള്ളത് നാട്ടുകാർക്കോ വേറെയുള്ള സുഹൃത്തുക്കൾക്കോ ഒന്നും അറിയില്ല. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയൊരു പ്രശ്നം അവരുടെ ഇടയിൽ ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഒരു ചെറിയ അസ്വാരസ്യത്തിന്റെ പേരിൽ ഒരാളുടെ ജീവൻ എടുക്കുക, കവരുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്
അത് എത്രത്തോളം ഭീകരമായിട്ടുള്ള കാര്യമാണ് എന്നുള്ള ആ 3 സുഹൃത്തുക്കൾക്ക് അറിയുന്നുണ്ടാവില്ല. കാരണം കള്ളിന്റെ അതല്ലാന്നുണ്ടെങ്കിൽ മദ്യത്തിന്റെ ലഹരിയിൽ മയങ്ങിക്കൊണ്ട് അവർ ചെയ്യുന്ന പല കാര്യങ്ങളും അവരറിയുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ആ മദ്യത്തിന്റെ ലഹരിയിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഈ 3 പേര് വിചാരിക്കുന്നുണ്ടാവും, ഇപ്പൊ അറസ്റ്റിലായ 3 സുഹൃത്തുക്കൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനായിരുന്നു ഞങ്ങൾ ആക്ച്വലി ഇത് കൊന്നത്. പക്ഷെ ഇതിലെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൊന്നു കഴിഞ്ഞതിന് ശേഷം മൃതദേഹം നടു റോഡിലിട്ടിട്ട് അവർ രക്ഷപ്പെട്ടു കളഞ്ഞു എന്നുള്ളതാ. തലക്കടിച്ചപ്പം അയാളുടെ ബോധം പോയി, മനുവിന്റെ ബോധം പോയി. പിന്നെ ആ ബോധം തിരിച്ചു വരാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ തന്നെ മരണം സംഭവിച്ചു. അപ്പൊ നമ്മൾ റോട്ടിലൊക്കെ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റി മരിച്ചു കിടക്കുന്ന കാണുമ്പോൾ ആളുകൾക്ക് രക്ഷിക്കാൻ പേടിയാ. കാരണം എന്താ, എങ്ങാനും ഏത് പൊസിഷനിലാണ് കിടക്കുന്നതെന്ന് അറിയില്ല. നമുക്ക് ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളൊന്നും അറിയാത്ത ഒരാൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ തലയ്ക്കോ അതല്ലെങ്കിൽ എവിടെയെങ്കിലും ചതവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് എടുത്തിട്ടില്ല, കെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മരിക്കും. അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോയ ആൾ അവസാനം പ്രതിയാകും. അപ്പൊ അത് കാരണം തന്നെ ആളുകൾക്ക് പേടിയായിരിക്കും ഇതുപോലെ റോഡിലേക്കുള്ള ആക്സിഡൻസ് ഒക്കെ എടുത്ത് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്. മനുവിന്റെ കാര്യത്തിൽ സംഭവിച്ചത് എന്താ നമുക്ക് എന്തായാലും അറിയില്ല. തലയ്ക്ക് അടി കിട്ടിയ സമയത്ത് മനു ബോധക്ഷയം സംഭവിച്ചു. അതിനുശേഷം അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ മരിച്ചു എന്നുള്ളതാണ്. ചിലപ്പം ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടായിരിക്കാം. ഇപ്പൊ തലക്കൊക്കെ എന്ന് പറയുമ്പോൾ തലച്ചോറിന് ക്ഷതമേറ്റിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഇന്റേണൽ ബ്ലീഡിങ് കാരണമൊക്കെ മരണം സംഭവിക്കും. അപ്പൊ എന്തായാലും ഇനി ഓട്ടോപ്സി റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷം മാത്രമേ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിന്റെയും ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് മദ്യമാണ്. മദ്യത്തിന്റെ ഉപയോഗം മനുഷ്യനെ ഏതൊക്കെ രീതിയിലേക്ക് എത്തിക്കും എന്നുള്ളതിന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു സ്ത്രീനെ റേപ്പ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അനാവശ്യമായിട്ട് ഒരാളെ കൊല്ലുന്നത്, പിന്നെ അതുപോലെ തന്നെ വളരെ മോശപ്പെട്ട എല്ലാ പ്രവൃത്തികളുടെയും ആദ്യത്തെ അതിന്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് മദ്യം തന്നെയാണ്. ആ മദ്യം ഒഴിവാക്കി കഴിഞ്ഞാലേ തീരാവുന്ന പ്രശ്നങ്ങളെ മുക്കാലും നമ്മുടെ നാട്ടിലുള്ളൂ. പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യം ഒഴിവാക്കിയിട്ട് നമുക്ക് എങ്ങനെ റവന്യൂ കിട്ടാണ്? കേരള സർക്കാരിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് മദ്യത്തിൽ നിന്നാണ് വരുന്നത്. മദ്യം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഓണം വരുമ്പോൾ, വിഷു വരുമ്പോൾ, പെരുന്നാൾ വരുമ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ ഒഴുകുന്ന ഒരു മെയിൻ സംഭവമാണ് മദ്യം എന്ന് പറയുന്നത്. മദ്യമാണ് നമ്മുടെ നാടിന്റെ നിലനിൽപ്പ് എന്ന് വേണമെങ്കിൽ ഒരു കണക്കിൽ പറയാം. അത്രത്തോളം മദ്യം വിറ്റഴിയുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇതിനകത്ത് ഇതുപോലെയുള്ള ന്യൂസുകൾ നമ്മൾ ഇനിയും കേൾക്കും. അപ്പോൾ ഇത് എന്തായാലും മനുവിൻ്റെ ഒരു കേസ് ഇങ്ങനെ കള്ളിൻ്റെ ഒരു തുടർക്കഥയായിട്ട് നമുക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. അടുത്ത ന്യൂസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. ചിൽ ദെൻ ബൈ.